നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 18, 2025 വെള്ളി. അങ്ങനെ ഇന്നും നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ദൃശ്യമായത്. ഇന്ന് സെൻസെക്സും നിഫ്റ്റിയൊക്കെ ഫ്ലാറ്റായ ഒരു ഓപ്പണിംഗ് സെക്ഷനാണ് ദൃശ്യമായെങ്കിലും നിഫ്റ്റി ബാങ്കിലും ഫിൻ നിഫ്റ്റിയൊക്കെ നഷ്ടത്തോടുകൂടി ഒപ്പിട്ടുള്ള ഒരു ഓപ്പണിംഗ് സെക്ഷൻ ആയിരുന്നു ഇന്ന് കാണുവാനായിട്ട് സാധിച്ചിരുന്നത്. തൽഫലമായി സെൻസെക്സും നിഫ്റ്റിയും 0.6%, ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയൊക്കെ 1% അടുത്തും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ഇന്ന് എല്ലാ ഇൻഡസ്ട്രീസിലും നാരോ ആയ ട്രേഡിംഗ് റേഞ്ചുകളാണ് കാണുവാനായിട്ട് സാധിച്ചത്. ഇന്ത്യ വിക്സ് ഇന്ന് 1.33% ഉയർച്ച രേഖപ്പെടുത്തുക ഉണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ചത് പ്രധാനമായും 5 കാര്യങ്ങളാണ്. അവ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിഫ്റ്റിയില് ഇന്ന് 938 കമ്പനികൾ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ 1713 കമ്പനികൾ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. ഇന്ന് നിഫ്റ്റിയില് ആക്സിസ് ബാങ്ക്, ശ്രീറാം ഫൈനാൻസ്, ഭാരത് ഇലക്ട്രോണിക്സ്, HDFC ലൈഫ്, ഭാരതി എയർടെൽ തുടങ്ങിയ സ്റ്റോക്കുകൾ നഷ്ടം നേരിടുകയുണ്ടായി. തത്സമയം വിപ്രോ, ബജാജ് ഫൈനാൻസ്, ടാറ്റ സ്റ്റീൽ, ONGC, നെസ്ലെ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾ നേട്ടം കൈവരിക്കുന്നതായിട്ടും കാണുവാൻ സാധിച്ചു. ഇന്ന് മീഡിയ സെക്ടർ ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഡസ്ട്രീസും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇൻക്ലൂഡിംഗ് ഫാർമ, പ്രൈവറ്റ് ബാങ്ക്, PSU ബാങ്ക്, FMCG, ക്യാപിറ്റൽ ഗുഡ്സ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ടെലകോം തുടങ്ങിയ സെക്ടറുകളിൽ 0.5% മുതൽ 1% ഇടിവ് ദൃശ്യമായി. ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകളും മോശമായ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുകയുണ്ടായത്. മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും 0.6% ഇടിവ് ദൃശ്യമായി. ഇന്നും ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 8 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 86.15 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഷാർപ്പ് ഫോൾ തന്നെയാണ് അനുഭവപ്പെട്ടത്. സെൻസെക്സ് 500-ലേറെ പോയിന്റുകളുടെ ഇടിവോട് കൂടിയിട്ടും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴെയായിട്ടുമാണ് ഇന്നത്തെ ക്ലോസിംഗ് രേഖപ്പെടുത്തുക ഉണ്ടായത്. ഇനി നമുക്ക് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ പരിശോധിക്കാം. ഒന്നാമതായിട്ട് തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന തുടർച്ചയായ സെല്ലിംഗ് തന്നെയാണ്. പുറത്തു വരുന്ന ഡേറ്റകൾ പ്രകാരം അവസാനത്തെ 5 ട്രേഡിംഗ് സെക്ഷനിലായിട്ട് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും $1 ബില്യൺ, അതായത് ഏകദേശം 10,000 കോടി ഇന്ത്യൻ രൂപ നമ്മുടെ മാർക്കറ്റിൽ നിന്നും അവർ പിൻവലിക്കുക ഉണ്ടായി. തത്സമയം 11,000 കോടി രൂപയുടെ ബൈയിങ് ഈ 5 ട്രേഡിംഗ് സെക്ഷനിൽ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുകയുണ്ടായി. എന്നിരുന്നാൽ കൂടിയിട്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ തുടർച്ചയായിട്ട് സെല്ല് ചെയ്യുമ്പോൾ അതിന് തത്തുല്യമായി തന്നെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും ഒരു പരിധി വരെ നമ്മുടെ മാർക്കറ്റിന്റെ ഫോളിനെ പിടിച്ചു നിർത്താനേ അതിന് സഹായകമാവുകയുള്ളൂ. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലേഴ്സായി മാറുന്നതിനോടൊപ്പം റീറ്റെയിലേഴ്സിന്റെ ഭാഗത്തു നിന്ന് വരുന്ന സെല്ലിംഗ് കൂടിയാകുമ്പോഴത്തേക്കും മാർക്കറ്റ് പതിയെ ദിനം പ്രതി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും അറിയാം, വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ ഒരിക്കലും നമ്മുടെ മാർക്കറ്റിന് ഒരു പരിധിയിൽ കൂടുതൽ പിടിച്ചു നിൽക്കുവാനോ മുന്നോട്ട് പോകാനോ സാധിക്കുകയില്ല. ഈ മാസം ഇന്നലെ വരെ ജൂലൈ 17 വരെ മൊത്തത്തില് 14 ട്രേഡിംഗ് സെക്ഷനായിരുന്നു ജൂലൈയിൽ ഉണ്ടായിരുന്നത്. അതിൽ 10 ട്രേഡിംഗ് സെക്ഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റില് സെല്ലേഴ്സ് ആയിരുന്നു. ആകെ 4 ട്രേഡിംഗ് സെക്ഷനിൽ മാത്രമേ ക്യാഷ് മാർക്കറ്റിൽ അവർ ബൈ നടത്തുന്ന ഒരു കാഴ്ച ദൃശ്യമായുള്ളൂ. സോ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ സെല്ലിംഗ് ആക്ടിവിറ്റീസ് നമ്മുടെ മാർക്കറ്റിനെ ദിനം പ്രതി കില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് നഷ്ടത്തിലേക്ക് നയിച്ചത് ആക്സിസ് ബാങ്കിന്റെ Q1 റിസൾട്ടുകളില് പ്രോഫിറ്റിൽ ഉണ്ടായ ഇടിവ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരുന്നു. സോ അത് മാർക്കറ്റിന് ഉൾക്കൊള്ളാനായില്ല. തൽഫലമായിട്ട് ഇന്ന് ബാങ്കിങ് സ്റ്റോക്കുകളിലും ഫിനാൻഷ്യൽ സ്റ്റോക്കുകളിലൊക്കെ വലിയ രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ഹെവി വെയ്റ്റ് സ്റ്റോക്സ് ആയ HDFC ബാങ്ക്, SBI, കൊട്ടാക് മഹേന്ദ്ര ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്ന് ഇടിവ് നേരിടുകയുണ്ടായി. അത് മാത്രമല്ല HDFC ബാങ്ക്, കൊട്ടാക് മഹേന്ദ്ര ബാങ്ക്, SBI, ആക്സിസ് ബാങ്ക് ഈ 4 ഹെവി വെയ്റ്റ് സ്റ്റോക്സുകളിലുണ്ടായ ഇടിവ് മാത്രം 391 പോയിന്റുകൾ സെൻസെക്സിൽ നിന്നും
നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാക്കി. സോ ഇത് ബാങ്കിങ് ഫിനാൻഷ്യൽ സ്റ്റോക്കുകളിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷയ്ക്കും മങ്ങലേൽപ്പിക്കുകയുണ്ടായി. മൂന്നാമതായിട്ട് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു, സിറ്റി ഇന്ത്യ മാർക്കറ്റിനെ ഡൗൺഗ്രേഡ് ചെയ്യുകയുണ്ടായി. ന്യൂട്രൽ എന്ന സ്റ്റാറ്റസ് ആണ് നൽകുകയുണ്ടായത്. സോ സിറ്റിയുടെ ഭാഗത്ത് നിന്നും വന്ന ഡൗൺഗ്രേഡിങ്ങിന്റെ പ്രതിഫലനം ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിലും ദൃശ്യമാവുകയുണ്ടായി. സിറ്റി നമ്മുടെ മാർക്കറ്റിനെ ഡൗൺഗ്രേഡ് ചെയ്യാൻ ഉണ്ടായ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ നിലവിൽ നിൽക്കുന്ന ഹയർ വാല്യുവേഷൻസും അത് മാത്രമല്ല മിതമായി വരുന്ന ക്വാർട്ടർ ഏർണിംഗ്സും തന്നെയാണ്. നാലാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് നഷ്ടത്തിലേക്ക് നയിച്ചത് US ഫെഡ് പോളിസിയുടെ അടുത്ത നീക്കത്തിലുള്ള അനിശ്ചിതത്വമാണ്. ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്ന കണ്ടിന്യൂസ് പ്രഷർ മൂലം ഫെഡിന്റെ ഭാഗത്ത് ചെറിയ ഒരു അളവിലെങ്കിലും പ്രതീക്ഷ നൽകുകയുണ്ടായി ജൂലൈയിൽ റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന്. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ഇൻഫ്ലേഷൻ ഡേറ്റകൾ വന്നതോടുകൂടിയിട്ട് റേറ്റ് കട്ടിന്റെ പ്രതീക്ഷയിൽ മങ്ങലേൽപ്പിക്കുകയുണ്ടായി. നിലവിലെ അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. മാത്രമല്ല സെപ്റ്റംബറിൽ ഇതിനുള്ള സാധ്യതകൾ അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം 62% മാത്രമേ ഉള്ളൂ. സോ ഇത് നമ്മുടെ മാർക്കറ്റിനെ ഹ്യൂജ് ആയിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കുകയുണ്ടായി. അഞ്ചാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ചത് ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടായ വർധനവ് തന്നെയാണ്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസിൽ വർധനവ് ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം ഇറാഖിലെ നോർത്തേൺ ഭാഗത്ത് കുർദിസ്ഥാൻ ഓയിൽ പ്രൊഡക്ഷൻ പ്ലാന്റില് ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഇതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഓയിൽ പ്രൈസസ് ഒക്കെ ജമ്പ് ചെയ്തിട്ടുണ്ട്. സോ മുൻപറഞ്ഞ ഈ 4 കാരണങ്ങളോടുകൂടി വീക്കായി നിൽക്കുന്ന മാർക്കറ്റില് ഓയിൽ പ്രൈസും കൂടെ റൈസ് ആയപ്പോൾ അത് നമ്മുടെ മാർക്കറ്റിനെ ദുർബലപ്പെടുത്തുകയുണ്ടായി. പുതിയ റിപ്പോർട്ടുകൾ വരുന്ന പ്രകാരം ജെയിൻ സ്ട്രീറ്റ് നമ്മൾ കണ്ടു NSEയിൽ ബാൻ ചെയ്തിട്ട് ഒരാഴ്ചയായി. ഈ ഒരാഴ്ച കൊണ്ട് NSEയുടെ പ്രീമിയം ടേൺ ഓവറിൽ 35% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. അതുകൂടാതെ ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെയൊക്കെ Q1 ഏർണിംഗ്സ് റിസൾട്ടുകൾ വരുന്നുണ്ട്. ഇന്ത്യൻ ഹെവി വെയ്റ്റ് സ്റ്റോക്സിന്റെയൊക്കെ ചിലതിന്റെയൊക്കെ റിസൾട്ടുകൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ടും തിങ്കളാഴ്ച നമുക്ക് ഒന്നെങ്കിൽ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിച്ചേക്കാം. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ US നിലവില് ഡോ ജോൺസ് ഫ്യൂച്ചർ 63 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി വ്യാപാരം തുടരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ FTSEയും CSEയും നേട്ടത്തോടുകൂടി വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ജർമ്മൻ മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം തുടരുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ നിലവിൽ വ്യാപാരം അവസാനിപ്പിച്ചതും തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ മാർക്കറ്റില് ഇന്ത്യൻ മാർക്കറ്റും ജപ്പാൻ മാർക്കറ്റും കൊറിയൻ മാർക്കറ്റും ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകളും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം തുടരുന്നു. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെൻ ക്രൂഡ് $70 പെർ ബാരൽ എന്ന നിലയിലും ക്രൂഡ് ഓയിൽ $68.08 പെർ ബാരൽ എന്ന നിലയിലുമാണ് വ്യാപാരം തുടരുന്നത്. ഗോൾഡിലും ഉയർച്ച ദൃശ്യമാണ്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സിപ്ല മാർക്കറ്റ് പർച്ചേസ് വഴി LIC 5.024% സ്റ്റേക്ക് സ്റ്റോക്കിൽ വർദ്ധിപ്പിക്കുകയുണ്ടായി. കോൺകോർഡ് ബയോടെക് ഇവരുടെ ദോൽക്ക ഗുജറാത്ത് പ്ലാന്റിലെ യൂറോപ്യൻ യൂണിയൻ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസിന്റെ ഇൻസ്പെക്ഷൻ വിജയകരമായിട്ട് പൂർത്തീകരിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. NTPC ജൂലൈ 31, 2026 വരെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഗുർദീപ് സിംഗ് റീഅപ്പോയിന്റ് ചെയ്തതായിട്ടുള്ള വാർത്തകൾ. ഗ്രാനുൾസ് ഇന്ത്യ ജോയിന്റ് MD ആൻഡ് CEO കമ്പനിയിൽ നിന്നും രാജിവെച്ചു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ സിങ്ക് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 5% ഇടിവ് നേരിട്ടുകൊണ്ട് 2234 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. റവന്യൂ ഫ്രം ഓപ്പറേഷൻസും 4% ഇടിവ് നേരിടുകയുണ്ടായി. അതുൽ ലിമിറ്റഡ് 14% കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 128 കോടി രൂപ രേഖപ്പെടുത്തുകയുണ്ടായി. റവന്യൂ 12% ഉയർച്ചയും രേഖപ്പെടുത്തി. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 76% ഉയർച്ച കൈവരിച്ചുകൊണ്ട് 1111 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 2746 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. വീക്കെൻഡ് ഒക്കെ എൻജോയ് ചെയ്യുക. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.